പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലയും കുറ്റവാളിയും എന്ന ഒരു വിഷയം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നേരിട്ട് ഒരു നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിലല്ല, മറിച്ച് നമ്മുടെ ദാർശനികമായ, സാമൂഹികമായ, സാംസ്കാരികമായ, ചരിത്രപരമായ സംഘർഷങ്ങളുടെ ഭാഗമായി രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാന ധാരണകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ ഇമ്മാനുവൽ കാന്റ്, അതുപോലെ തന്നെ വോൾട്ടയർ, സിസർ, ബെക്കേറിയ തുടങ്ങിയ ചിന്തകരുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ജ്ഞാനോദയത്തെ പ്രധാനമായിട്ടും കാണുന്നത്. ജ്ഞാനോദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയിൽ ലോകത്തെ കാണാനുള്ള രീതിശാസ്ത്രം പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. അതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, അതിനു മുൻപ് എങ്ങനെയാണോ തിയോളജി, ദൈവശാസ്ത്രവും മറ്റു തരത്തിലുള്ള നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന സമീപനങ്ങളും എങ്ങനെയാണോ യുക്തിയെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ യുക്തി ഇല്ലായ്മയിൽ വിശ്വസിച്ചിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപ്രേക്ഷ്യം നൽകുന്നു എന്നാണ് ജ്ഞാനോദയം യഥാർത്ഥത്തിൽ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ കുറ്റവും ശിക്ഷയും എന്നുള്ള നമ്മുടെ ഒരു സമീപനവും, അതിനോടുള്ള നമ്മുടെ ഒരു സമീപനവും യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. ഉദാഹരണത്തിന് ഒരു കുറ്റവാളി എന്ന് പറയുന്നത് അയാൾ പൈശാചികമായിട്ടുള്ള ഒരു ബാധ ഏറ്റ ഒരാളായിരിക്കും, അല്ലെങ്കിൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങിയ ഒരാളായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ മാക്ബത്തിൻ്റെ തുടക്കം ആലോചിക്കുക. മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറുടെ നാടകത്തിൻ്റെ തുടക്കം ആലോചിക്കുക. അതിൽ ആദ്യത്തെ രംഗത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് 3 ദുർമന്ത്രവാദിനികളാണ്. ഈ 3 ദുർമന്ത്രവാദിനികൾ ആ നാടകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. മാക്ബത്തിനേക്കാളും, ബാങ്കോയേക്കാളും, ലേഡി മാക്ബത്തിനേക്കാളും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെന്ന് പറയുന്നത് തുടക്കത്തിലും പിന്നെ ഇടയ്ക്കൊരിക്കലും മാത്രം പ്രത്യക്ഷപ്പെട്ട അപ്രത്യക്ഷരാകുന്ന ഈ ദുർമന്ത്രവാദിനികളാണ്. ഈ ദുർമന്ത്രവാദിനി എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത് ജ്ഞാനോദയത്തിൻ്റെ ഒരു ലിമിനൽ സ്പേസ് എന്ന് പറയും. അതായത് ജ്ഞാനോദയം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ലിമിനൽ സ്പേസിൽ ഈ ഒഴിവാക്കാൻ വയ്യാത്തൊരു കഥാപാത്രമാണ് ദുർമന്ത്രവാദിനി എന്ന് പറയുന്നത്. ഈ ദുർമന്ത്രവാദിനികളാണ് യഥാർത്ഥത്തിൽ മാക്ബത്തിനെ പ്രലോഭിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ശാപം, പാപം, പ്രലോഭനം എന്നിങ്ങനെ ഉള്ള 3 ഗണങ്ങളിലേക്ക് ഇതിനെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു ലിമിനൽ സ്പേസ് ആയിട്ട് ഈ മാക്ബത്തിൻ്റെ തുടക്കം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം എന്നുള്ള രീതിയിൽ വരുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം, ഇതിൽ നിന്നൊരു മാറ്റം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിൽ മനുഷ്യൻ കുറ്റവാളിയാകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. മനുഷ്യൻ കുറ്റവാളിയാകുന്നത് യുക്തിസഹമായ ഒരു ലോകത്ത് ആ യുക്തിയിൽ നിന്നുള്ള വ്യതിയാനമായി കണക്കാക്കപ്പെടുമ്പോൾ തന്നെ എങ്ങനെയാണ് ജ്ഞാനോദയവും എങ്ങനെയാണ് അതിന് മുൻപുള്ള സമീപനങ്ങളും വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമാവുകയും അതുപോലെ തന്നെ സമരസപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, അമേയമായ സാധ്യതകളാണ് ഇതിനകത്തുള്ളത്. ഈ ദുർമന്ത്രവാദിനികളെ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ഒന്ന്, മാക്ബത്ത് ചെയ്യുന്ന പ്രവർത്തികളുടെ വിധാതാക്കളായി ഈ മന്ത്രവാദിനികൾ മാറുകയാണ്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ബാങ്കോ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നത്, ഓഫൻ ടൈംസ് ടു വിൻ അസ് അവർ ഹാം, the instruments of darkness tells us truth, win us with honest riffles, to betray us in deepest consequence എന്നാണ്. ഇത് ഒരു പ്രവചനമുണ്ടാകുന്നു. അതുവരെ മാക്ബത്തിന് കിട്ടിയിട്ടില്ലാത്ത സ്ഥാനപ്പേരുകൾ നൽകി മാക്ബത്തിനെ ആദരിക്കുന്നു. അയാൾ രാജാവാകുമെന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മാക്ബത്ത് ഇത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനാവുകയുമാണ് ചെയ്യുന്നത്. അതിന് കൊടുക്കുന്ന ഒരു വാണിംഗ്, അതിന് മുന്നറിയിപ്പാണ് ബാങ്കോ പറയുന്നത്. ഇത് ചിലപ്പോൾ നമ്മളെ ചതിച്ചേക്കാം എന്നുള്ളത്. പക്ഷെ അത്തരത്തിലൊരു മുന്നറിയിപ്പിന് നിന്നുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ മാക്ബത്തിന് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാക്ബത്ത് ഇതിൻ്റെ ഒരു കൊള്ളിയാൻ മാക്ബത്തിൻ്റെ ഉള്ളിൽ മിന്നുന്നത് എന്തുകൊണ്ട് ഇതായിക്കൂടാ എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ ഈ 3 ദുർമന്ത്രവാദിനികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അതാണ് ജ്ഞാനോദയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായൊരു പ്രശ്നം. അത് അനാവരണം ചെയ്യുന്നത് പ്രധാനമായും ഈ കുറ്റവും ശിക്ഷയും എന്നുള്ള ആ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി അനാവരണം ചെയ്യുന്ന ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഫൗൾ ഈസ് ഫെയർ
ആൻഡ് ഫെയർ ഈസ് ഫൗൾ എന്നാണ്. ഫൗൾ ഈസ് ഫെയർ ആൻഡ് ഫെയർ ഈസ് ഫൗൾ. എന്താണോ ന്യായം അത് അന്യായമാണ്, എന്താണോ അന്യായം അത് ന്യായമാണ്. ഈ സന്ദിഗ്ധത, അതായത് ഒരു ജ്ഞാനോദയ ലിമിനൽ സ്പേസിൽ വരുന്ന ഈ സന്ദിഗ്ധത, എന്താണ് ന്യായം എന്താണ് അന്യായം എന്നുള്ളത് തീരുമാനിക്കാനാവാത്ത ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു യൂറോപ്യൻ സംസ്കൃതി എന്നുള്ളതിൻ്റെ ഒരടയാളവാക്യമായിട്ടാണ് ഈ ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്നുള്ളത് കടന്നു വരുന്നത്. ഇതിൽ അപ്പോൾ ഒരു അമാനുഷിക ശക്തിയുടെ പ്രവചനത്തിലൂടെ തിന്മയെ നമ്മൾ തിരിച്ചറിയുകയാണ്. അതായത് ഈ അമാനുഷിക ശക്തിയാണ് യഥാർത്ഥത്തിൽ തിന്മയുടെ പ്രേരക ശക്തി, മനുഷ്യനല്ല. എന്നാൽ ജ്ഞാനോദയം പറയുന്നത്, ജ്ഞാനോദയം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ തിന്മയുടെ പ്രേരക ശക്തി മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യനെ, കുറ്റവാളിയായ മനുഷ്യനെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. സമൂഹത്തിനുള്ളിലേക്ക്, സമൂഹത്തിന് പുറത്ത് ആക്കപ്പെട്ട കുറ്റവാളി സമൂഹത്തിനുള്ളിലാകുന്നു. പക്ഷെ അങ്ങനെ സമൂഹത്തിനുള്ളിലാകുമ്പോൾ, ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറ്റവാളി സമൂഹത്തിനുള്ളിലാകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രക്രിയ എന്ന് പറയുന്നത്, ഒന്ന്, മനുഷ്യൻ, കുറ്റവാളി എന്ന് പറയുന്നയാൾ മനുഷ്യനാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ പൗരയുക്തിയുടെയും ഭരണകൂട യുക്തിയുടെയും ഭരണയുക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കുറ്റവാളിയെ നിർവചിക്കാനും വർഗീകരിക്കാനുമുള്ള അവകാശം ഭരണകൂടത്തിന് തന്നെ പതിച്ചു കിട്ടുന്നു. ഇതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ കുറ്റവാളി മനുഷ്യനാകുന്നതോടുകൂടി ഏതൊരു മനുഷ്യനും കുറ്റവാളിയുമാകാം എന്ന ഒരു നിലപാടിലേക്ക് ഭരണകൂട യുക്തി നീങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യനെ കുറ്റവാളിയെ മാനുഷികമാക്കുന്നതോടുകൂടി, മനുഷ്യനാക്കുന്നതോടുകൂടി ഏത് മനുഷ്യനും കുറ്റവാളിയാകാം എന്ന ഒരു ചിന്തയിലേക്ക് ഈ ഘട്ടത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രസക്തമായ രീതിയിൽ വന്ന ഒരു നോവലാണ് ഈ മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡാനിയൽ ഡിഫോ എഴുതിയതാണ്. ഡാനിയൽ ഡിഫോ എഴുതിയതാണെന്ന് പറയുമ്പോൾ ഡാനിയൽ ഡിഫോ എന്ന് നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. അദ്ദേഹമാണ് ഈ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. റോബിൻസൺ ക്രൂസോ എഴുതിയ അതേ ഡിഫോ തന്നെയാണ് ഈ മോൾ ഫ്ലാൻഡേഴ്സും എഴുതുന്നത്. റോബിൻസൺ ക്രൂസോ നമുക്കറിയാം, അത് ജ്ഞാനോദയ യുക്തിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാ രീതിയിലും ജ്ഞാനോദയത്തിൻ്റെ സമസ്ത യുക്തിശാസ്ത്രത്തെയും അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് റോബിൻസൺ ക്രൂസോ. ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ ഈ സംസ്കൃതിയുടെ മുഴുവൻ ഭാരം തോളിലേറിക്കൊണ്ട് അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ സംസ്കൃതി ഒറ്റയ്ക്ക് സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണോ ജ്ഞാനോദയവും പിന്നീട് മുതലാളിത്തവും ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള, സ്വതന്ത്ര ബുദ്ധിയുള്ള യുക്തിയുള്ള വ്യക്തി, പരിപൂർണനായ യുക്തിസഹനായ വ്യക്തി എന്നുള്ള ഒരു സങ്കല്പത്തെ വാർത്തെടുക്കുന്നത്, ആ സങ്കല്പത്തിന് അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഈ റോബിൻസൺ ക്രൂസോ. രണ്ട് തരത്തിൽ, ഒന്ന്, അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മബലത്തെ ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊരു ദ്വീപിൽ ഒരു സംസ്കൃതി തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ പശ്ചാത്തലം. രണ്ട്, അവിടെ ഫ്രൈഡേ എന്ന് പറയുന്ന ഒരാൾ, ഈ മനുഷ്യഭക്ഷകരായിട്ടുള്ള ആൾക്കാർ അയാളെ കൊണ്ടുവരുമ്പോൾ അയാളെ രക്ഷിക്കുന്നുണ്ട്. ഇത് രക്ഷിക്കുന്നതോടുകൂടി ഈ ഫ്രൈഡേ എന്ന് പറയുന്ന ആൾ അയാളുടെ പേരതല്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെയാണ് ഏറ്റവും വലിയ റപ്ചർ ഉണ്ടാകുന്നത്. ഈ ജ്ഞാനോദയ യുക്തിയുടെ ഏറ്റവും വലിയ റപ്ചർ ഉണ്ടാകുന്നത് ഈ റോബിൻസൺ ക്രൂസോയിൽ ഈ മനുഷ്യൻ്റെ പേരിടുന്നത് റോബിൻസൺ ക്രൂസോ ആണെന്നുള്ളതാണ്. ഫ്രൈഡേ അയാൾ അവിടെ എത്തിച്ചേർന്ന ദിവസം. ഞാനിതിനെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഞാനിതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ ഫ്രൈഡേ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് കൊളോണിയൽ യുക്തി തലതിരിച്ചിടുന്നതാണ്. ഈ ഫ്രൈഡേയെ സംരക്ഷിക്കുന്നു, ഫ്രൈഡേക്ക് പേര് കൊടുക്കുന്നു, ഫ്രൈഡേയെ അടിമയാക്കുന്നു, ഫ്രൈഡേയെ സംസ്കൃതവൽക്കരിക്കുന്നു, സാംസ്കാരികവൽക്കരിക്കുന്നു, ഫ്രൈഡേക്ക് യുക്തി നൽകുന്നു. ഇതെല്ലാം നൽകുന്നത് വെള്ളക്കാരനായ ഈ റോബിൻസൺ ക്രൂസോ ആണ്. ഇതെല്ലാമാണ് കോളനികളിൽ ചെയ്യുന്നത്. ഇവിടെ ആവട്ടെ കോളനി നേരിട്ട് വെള്ളക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അതിൻ്റെ ഒരു റിവേഴ്സലാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഫ്രൈഡേ എത്തിച്ചേർന്നപ്പോൾ ആ ഫ്രൈഡേയെ പരിഷ്കരിക്കുകയാണ്, അയാളെ മനുഷ്യനാക്കുകയാണ്. അതിനു മുമ്പ് അയാൾ മനുഷ്യനല്ല. അതായത് ജ്ഞാനോദയം പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന്, ഈ മനുഷ്യ സാന്നിധ്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മനുഷ്യ സാന്നിധ്യം എന്ന് പറയുന്നത് ജ്ഞാനോദയത്തിൻ്റെ യുക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന നോവൽ അതിൻ്റെ നേർ വിപരീതമാണ്. അതിൻ്റെ നേർ വിപരീതമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കഥ പലർക്കും അറിയില്ല. കാരണം ഒന്നാമത് അജ്ഞാതനാമാവായിട്ടാണ് മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന നോവൽ ഡാനിയൽ ഡിഫോ എഴുതുന്നത്. റോബിൻസൺ ക്രൂസോ പോലെ വളരെ പ്രസക്തമായ ഒരു നോവൽ എഴുതിയതിനു ശേഷം, അത് യൂറോപ്പിലെമ്പാടും വളരെ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു എഴുതുന്ന നോവൽ എന്തിന് അദ്ദേഹം അജ്ഞാതനാമാവായി പ്രസിദ്ധീകരിക്കണം? കാരണം അത്രയ്ക്ക് സങ്കീർണമാണ് അതിൻ്റെ കഥ. അതിൻ്റെ തുടക്കത്തിൽ തന്നെ കുറ്റവും ശിക്ഷയുമായി ബന്ധപ്പെടുന്ന ജ്ഞാനോദയ സന്നിഗ്ധതയുടെ ഒരു മുഹൂർത്തമുണ്ട്. അതായത് ജ്ഞാനോദയത്തിന് മുമ്പുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ക്രൈമും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയും തമ്മിലുള്ള ഒരു ആനുപാതിക ബന്ധം ഇല്ലാത്ത തരത്തിലാണ് പൂർവാധുനിക കാലത്ത് ശിക്ഷ കൊടുക്കുന്നത്. അത് തലവെട്ടിക്കളയലാകാം, മറ്റു രീതിയിലുള്ള വധശിക്ഷയാവാം, ക്രൂരമായ മറ്റു ശിക്ഷകളാകാം, പൊതുദൃശ്യം നടന്ന ശിക്ഷകളാകാം, ഫുക്കോ ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെന്റ് ഒക്കെ പറയുന്നത് പോലെയുള്ള ശിക്ഷയാകാം. ഇവിടെ
ഇവർ ചെയ്തത് ഒരു ചെറിയ കളവ് മാത്രമാണ് ഈ മോൾ ഫ്ലാൻഡേഴ്സിൻ്റെ അമ്മ ചെയ്യുന്നത്. ആ മോൾ ഫ്ലാൻഡേഴ്സിൻ്റെ അമ്മ അത് ചെയ്യുമ്പോൾ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇത് ആ പൂർവാധുനിക കാലത്തിൻ്റെ ഒരു അവശിഷ്ടമാണ്. എന്നാൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, കാരണം അവർ ഗർഭിണിയാണ്. ഇത് പൂർവാധുനിക ലോകത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമല്ല, ഒരു വിചാരമാതൃകയല്ല. ഗർഭിണിയാണെങ്കിലും നിങ്ങളെ കൊല്ലാം, അത് കൊല്ലണ്ട എന്ന് പറയുന്നിടത്താണ് ഈ മോൾ ഫ്ലാൻഡേഴ്സിൽ ആദ്യമായിട്ടൊരു വ്യതിയാനം സംഭവിക്കുന്നത്. അതിനുശേഷം ഇവരെ നാട് കടത്തുകയാണ്. മോൾ എന്ന് പറയുന്ന ഈ കുട്ടി ഉണ്ടായതിനു ശേഷം അവരെ കോളനിയിലേക്ക് അമേരിക്കൻ കോളനിയിലേക്ക് നാട് കടത്തുകയാണ്. അപ്പോൾ മറ്റൊരു യുക്തി അവിടെ പ്രവർത്തിക്കുകയാണ് ഉടനെ തന്നെ. അതായത് ഈ കുറ്റവാളികളെ കോളനികളിലേക്ക് അയക്കുക എന്നുള്ള, ഇപ്പോൾ അമേരിക്കയിലേക്ക് അയച്ച കുറേ കുറ്റവാളികളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു സന്ദർഭം ഈ നോവൽ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നോവലിൽ സംഭവിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇവർ ഒരു വിവാഹ മോചനം നടത്തുന്നു, ഇവർ വിവാഹേതര ബന്ധം ഉണ്ടാകുന്നു, അതിനുശേഷം ഇവർക്ക് മാറ്റമുണ്ടാകുന്നു, അതിനുശേഷം വീണ്ടും ഇവർ വിവാഹിതയാകുന്നു. അങ്ങനെ വിവാഹിതയാകുമ്പോൾ ഈ മോൾ കിങ് എന്ന് പറയുന്ന, മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പിന്നെയാണ് അവർക്ക് പേര് വരുന്നത്, മോൾ കിങ് എന്ന് പറയുന്ന ഈ സ്ത്രീ കോളനിയിലേക്ക് അവരുടെ പുതിയ ഭർത്താവുമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, കുറച്ചു കാലം കഴിഞ്ഞ് അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ മോൾ ഫ്ലാൻഡേഴ്സിന് മനസ്സിലാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, താൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തൻ്റെ ബയോളജിക്കൽ അമ്മയുടെ മകനെയാണ്. അതായത് തൻ്റെ ഭർത്താവ് തൻ്റെ അർത്ഥ സഹോദരനാണെന്നാണ് ഈ മോൾ ഫ്ലാൻഡേഴ്സ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ പാശ്ചാത്യ യുക്തിക്കുള്ളിൽ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈഡിപ്പൽ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒരു ദുരന്തമായിട്ടാണ് ഈ ഈഡിപ്പൽ അഗമ്യഗമനത്തെ കാണുന്നത്, ഇൻസെസ്റ്റ് എന്ന് പറയുന്നതിനെ കാണുന്നത് ഒരു വലിയ സാംസ്കാരിക ദുരന്തമായിട്ടാണ്. എന്നാൽ ജ്ഞാനോദയത്തിൻ്റെ യുക്തി മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന ഈ നോവലിൽ കടന്നു വരുന്നതോടുകൂടി ഇതിനൊരു വ്യത്യസ്തത സംഭവിക്കുന്നു. ഇതിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു സിവിൽ പരിഹാരമാണ് ഇതിനുണ്ടാകുന്നത്. ഒരു സാമൂഹിക സാംസ്കാരിക ദുരന്തമല്ല, മറിച്ചൊരു സിവിൽ പരിഹാരമാണ് ഈ മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന നോവൽ. അത് ഇവർ വേർപിരിയാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും അർത്ഥ സഹോദരനുമായിട്ടുള്ള അഗമ്യഗമനം എന്ന് പറയുന്നത് അനുവദനീയമല്ലാത്തതിനാൽ സിവിൽ പരിഹാരമായി വിവാഹമോചനം നേടുന്നു. എന്നിട്ട് അവർ സഹോദരരായി തന്നെ 3 വർഷം ഒന്നിച്ച് ജീവിക്കുന്നു. ഒന്നിച്ച് ജീവിക്കുന്നു. ഇതോടുകൂടി കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ആ കുറ്റവും ശിക്ഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, പാപവും കുറ്റവും ശിക്ഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, പ്രലോഭനവും കുറ്റവും ശിക്ഷയും സംബന്ധിച്ചിടത്തൊക്കെയുള്ള പൂർവാധുനിക ധാരണകളുടെ പുറത്ത് ജ്ഞാനോദയ ചിന്തകൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന മുഴുവൻ സന്നിഗ്ധതകളും ഈ നോവൽ ആ അർത്ഥത്തിൽ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. 1722 നോവലാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫൂക്കോ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ വിമർശനാത്മകമായിട്ടല്ലാതെയാണ് പലപ്പോഴും ഫൂക്കോയെ സ്വീകരിക്കുന്നത്. എന്നാൽ ഫൂക്കോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിമർശനാത്മകമായി കാണേണ്ട 1-2 പ്രധാന ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് അദ്ദേഹം ഈ കുറ്റവും ശിക്ഷയെയും കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ജ്ഞാനോദയവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെല്ലാം ഉപരി ശിക്ഷ എന്ന് പറയുന്നതിനെ ഒരു പൊതുദൃശ്യത്തിൽ നിന്ന് മാറ്റി രഹസ്യ സ്വഭാവമുള്ള ഒന്നാക്കുന്നു. നമ്മൾ ഒരു തടവിലാവുക എന്ന് പറഞ്ഞാൽ, ജയിലിലാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റവാളിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുലോകം നേരിട്ട് അറിയുന്നില്ല. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഡാമിയൻ എന്ന് പറയുന്ന ഒരാളെ പൊതു സ്ഥലത്ത് വെച്ച് കുതിരകളാൽ കെട്ടിവലിക്കപ്പെട്ട് വലിച്ചു കീറി കൊല്ലുന്ന, അത് ശിക്ഷയാണ്, രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ്. അതിൻ്റെ ഒരു വിവരണത്തിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്, ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വിവരണമുണ്ട്. ആ വിവരണം എന്താണെന്ന് വെച്ചാൽ, ആ വിവരണം ഈ പനോപ്റ്റിക്കോൺ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആളുകളെ ഇങ്ങനെ അകത്തു നിന്ന് വീക്ഷിക്കുന്നതുമായ അച്ചടക്ക സംവിധാനത്തിൻ്റെ, അനുശീലന സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക് കുറ്റവാളിയെ മാറ്റിക്കഴിഞ്ഞതോടുകൂടി ഒരു വലിയ പരിവർത്തനം ഭരണയുക്തിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് പൊളിച്ചു കളയുന്ന അദ്ദേഹത്തിൻ്റെ ആ ധാരണ, ഫൂക്കോയുടെ ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ നിലപാട്, ഈ സമീപനം ഏതാണ്ട് പാടെ പൊളിച്ചു കളയുന്ന ഒരു നോവലാണ് ജോൺ ഗേയുടെ ദ ബിഗ് ഓപ്പറ എന്ന് പറയുന്ന ഗാനനൃത്തം. അത് വളരെ സ്റ്റേജുകളിൽ യൂറോപ്പിൽ അവതരിപ്പിച്ചതാണ്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം എന്ന് പറയുന്ന ഈ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫൂക്കോ ഈ പുസ്തകം ഉദ്ധരിക്കുന്നു പോലുമില്ല. ഇതിനെ പൂർണ്ണമായിട്ട്, ജോൺ ഗേയുടെ പുസ്തകത്തെ പൂർണ്ണമായിട്ടും അദ്ദേഹം അവഗണിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, ഈ ജയിൽ എന്ന് പറയുന്ന ഈ പുതിയ അധികാര സ്ഥാപനത്തിനുള്ളിൽ അഴിമതിയുടെയും അതുപോലെ തന്നെ
മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളുടെയും ഒരു മേഖലയായി, ഒരു മണ്ഡലമായി, ഒരു സ്ഥലമായി ജയിൽ മാറുന്നു എന്നുള്ളതാണ് ഈ ബിഗ് ഓപ്പറ എന്ന് പറയുന്ന നാടകം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഏത് ഭരണയുക്തിയാണോ യൂറോപ്പിൽ മാറി എന്ന് ഫൂക്കോ പറയുന്നത്, ആ ഭരണയുക്തി യഥാർത്ഥത്തിൽ പൂർണ്ണമായി മാറുകയല്ല, മറിച്ച് അതിനെ മറ്റൊരു രീതിയിൽ ആന്തരികവൽക്കരിക്കുകയാണ് യൂറോപ്പ് ചെയ്തത് എന്നാണ് ഈ ബിഗ് ഓപ്പറയെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അത്തരത്തിലുള്ളൊരു നോവലാണ്. 1728 ഈ പുസ്തകം, ഈ നാടകം എഴുതപ്പെടുന്നത്. ആ നാടകത്തിലെ ഏറ്റവും പരമപ്രധാനമായ സംഭാവന എന്ന് പറയുന്നത് ഈ ജയിൽ എന്ന് പറയുന്ന ഈ പുതിയ സ്ഥാപനം, അതായത് പാശ്ചാത്യ യുക്തിയുടെ ജ്ഞാനോദയത്തിന്റെ സംഭാവനയായ ഈ ജയിൽ എന്ന് പറയുന്നത് എല്ലാത്തരം അയുക്തികമായ പ്രവർത്തികളുടെയും അക്രമങ്ങളുടെയും ഹിംസയുടെയും ഒരു സ്ഥലിയായി മാറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ജോൺ ഗേയുടെ ദ ബിഗ് ഓപ്പറ എന്ന് പറയുന്ന പുസ്തകം. അതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഫൂക്കോ അത് ഉദ്ധരിക്കുന്നതിൽ തന്നെ അതങ്ങ് ഒഴിവാകുന്നത്. ഇതിൽ സംഭവിക്കുന്നത്, ഇതിനകത്ത് പീച്ചം എന്ന് പറയുന്ന കഥാപാത്രം അയാളുടെ മരുമകനെ പോലീസിന് ഒറ്റിക്കൊടുക്കുന്നുണ്ട്, ജയിലധികാരികൾക്ക് ഒറ്റിക്കൊടുക്കുന്നുണ്ട്, അയാൾ എന്തോ കളവ് ശിക്ഷ ചെയ്തതിന്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ജ്ഞാനോദയ യുക്തി ഇവിടെ ഇതാ പ്രവർത്തിച്ചിരിക്കുന്നു, സ്വന്തം മരുമകനെ അമ്മായി അച്ഛൻ ഒറ്റ കൊടുക്കുകയാണ് അയാൾ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ. അപ്പോൾ എന്തോ മനുഷ്യ സംസ്കൃതിയിൽ എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയല്ല ബിഗ് ഓപ്പറ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അമ്മായി അച്ഛൻ ഇയാളേക്കാൾ വലിയ കുറ്റവാളിയാണ്. അയാളൊരു മാഫിയ സംഘം നടത്തുന്നയാളാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ അയാൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നവരെ പോലീസിന് ഒറ്റിക്കൊടുത്താണ് അയാൾ പൈസ ഉണ്ടാക്കുന്നത്. അതായത് ഈ ജ്ഞാനോദയത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് അവിഹിതമായി പണം സമ്പാദിക്കാനുള്ള ഒരവസരമായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഈ ബിഗ് ഓപ്പറ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഈ പരിണാമം, കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നതിൽ വലിയൊരു പരിണാമം, ദുർമന്ത്രവാദിനികളിൽ നിന്ന് നിയാമകമായ നിബന്ധനകളുള്ള ഒരു സമ്പ്രദായത്തിലേക്ക്, ഒരു സമീപനത്തിലേക്ക് ലോകം മാറി എന്ന് പറയുമ്പോൾ പോലും ആ തരത്തിലുള്ള അസന്നിഗ്ധതകൾ, ആ തരത്തിലുള്ള അസന്നിഗ്ധമായ ഒരു പരിവർത്തനമല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അനേകം സന്നിഗ്ധതകളുടെ അടരുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഇതിലേക്ക് വന്നു വീഴുകയാണ്. ഇത് വ്യക്തമാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് ഈ ജോസഫ് കൊർണാഡിൻ്റെ ദി ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എത്ര പേര് വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് വളരെ വിഖ്യാതമായ ഒരു കൃതിയാണ്. ആ കൃതി ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷെ പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടപ്പോഴത്തേക്കും അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ടു. പക്ഷെ അതിനകത്ത് ഒരു ക്യാരക്ടറൈസേഷൻ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലേക്ക്, അതാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ആഫ്രിക്ക എപ്പോഴും ഡാർക്ക് കോണ്ടിനെന്റ് എന്നാണല്ലോ യൂറോപ്യൻ യുക്തിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലേക്ക് കുഡ്സ് എന്ന് പറയുന്ന ഒരു വെള്ളക്കാരനെ അന്വേഷിച്ച് പോവുകയാണ്. ഈ കുഡ്സ് എന്ന് പറയുന്ന വെള്ളക്കാരൻ യഥാർത്ഥത്തിൽ അവിടെ അയാളുടേതായ ഒരു ചെറിയ സാമ്രാജ്യം സ്ഥാപിച്ച് കഴിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തെ ഈ ഗെയ്സ്, ഈ നോട്ടം എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന അക്രമങ്ങൾ, അയാൾ ചെയ്യുന്ന അതിക്രമങ്ങൾ, അയാൾ ചെയ്യുന്ന ഹിംസകൾ, അയാൾ ചെയ്യുന്ന പരപീഡകൾ, ഇതൊന്നും തന്നെ എന്താണ് ശിക്ഷിക്കപ്പെടുന്നില്ല, ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു ആഫ്രിക്കക്കാരനെ എങ്ങനെയാണ് അയാൾ വിവരിക്കുന്നതെന്നുണ്ടെങ്കിൽ, എ സർട്ടൻ ഇനോർമസ് ബക്ക് നിഗർ encountered in Haiti fixed my conception of blind, furious, unreasoning rage എന്നാണ്. അതായത് യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും വലിയ അൺറീസണിങ് റേജ് നടത്തിയിരിക്കുന്നത് ഈ കുഡ്സ് എന്ന് പറയുന്ന വെള്ളക്കാരനാണ്. പക്ഷേ അത് ആരോപിക്കപ്പെടുന്നത് കറുത്ത മനുഷ്യരിലേക്കാണ്. എന്ന് മാത്രമല്ല, ഈ കറുപ്പ് എന്ന് പറയുന്നത് വരുന്നത് എ ബ്ലാക്ക് ഫിഗർ സ്റ്റുഡ് അപ്പ് strode on long black legs bearing long black arms. വെള്ളക്കാരനെ പറയുമ്പോൾ അയാൾ കറുത്ത കാലുകളാൽ നടന്ന് കറുത്ത കൈകളാൽ വീശി കറുത്ത ശരീരവുമായി നിന്നു എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ആഫ്രിക്കക്കാരൻ പറയുമ്പോൾ ഇതാ ഒരു കറുത്ത ശരീരം വന്നിരിക്കുന്നു, കറുത്ത കാലുകൾ കൊണ്ട് നടക്കുന്നു, കറുത്ത കൈകൾ വീശുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഇയാളുടെ മിസ്ട്രസ്സായി സങ്കല്പിക്കപ്പെടുന്ന ആഫ്രിക്കൻ വനിതയെ കാണുമ്പോഴേക്കും അവരെ വളരെ ഒരു സെക്സ് ഓബ്ജക്റ്റ് ആയിട്ട് ചിത്രീകരിക്കുന്നു. എന്നാൽ ഈ കുഡ്സ് മരിച്ചു കഴിഞ്ഞ് അയാളുടെ ഭാര്യയെ കാണാനായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ കുഡ്സ് അയാളെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ കഥാപാത്രം അയാളെ കാണുമ്പോഴേക്കും സംഭവിക്കുന്ന അവരെ ചാരിത്രവതിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവരൊരു നല്ലൊരു ഫിഗറാണ്. എന്നാൽ ഈ സ്ത്രീ ഒരു സെക്സ് ഒബ്ജക്റ്റ് ആണെന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യതിയാനമാണ്. 3 നോവലുകളുടെ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അതായത് ഒന്ന്, ഈ നമ്മൾ സ്വാഭാവികമായിട്ടും ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണെന്ന് പറയും. അതുപോലെ തന്നെ ട്രയൽ എന്ന് പറയുന്ന കാഫ്കയുടെ കൃതിയുണ്ട്, ഔട്ട്സൈഡർ എന്ന് പറയുന്ന കാമുവിൻ്റെ കൃതിയുണ്ട്. പ്രാതിനിധ്യ സ്വഭാവമുള്ള 3 കൃതികൾ എന്നുള്ളതിൽ വ്യത്യസ്തമായി ഈ 3 നോവലുകളെയും വിശകലനം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഈ യഥാർത്ഥത്തിൽ അതായത് ഈ
റസ്റ്റോൾസ്കോഫ് എന്ന് പറയുന്ന ഈ കഥാപാത്രം, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലെ കഥാപാത്രം, മനുഷ്യന് ബോധപൂർവ്വം ബുദ്ധി ഉപയോഗിച്ച് ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടി കൊല ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അതോടുകൂടി ജ്ഞാനോദയത്തിൻ്റെ യുക്തിക്കുള്ളിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാവുകയാണ്. ഇത് സാധാരണഗതിയിൽ അയാളുടെ കുറ്റബോധവും അയാളുടെ പാപഭാരവും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത്തരത്തിലൊരു കൊലയ്ക്കുള്ള അവകാശം, അതായത് ഒരു നോബിൾ കോസിന് വേണ്ടി നിങ്ങൾക്ക് കൊല്ലാം എന്ന ഒരു അവകാശം ഇവിടെ സ്ഥാപിച്ചെടുക്കുകയാണ് ഈ നോവലിൽ യഥാർത്ഥത്തിൽ ഡസ്റ്റോവസ്കി ചെയ്യുന്നത്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. അത് വിപ്ലവം നടക്കണമെങ്കിൽ ആളുകളെ കൊന്നിരിക്കണം. ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത്, ഒരു നോബിൾ കോസിന് വേണ്ടി ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് പശ്ചാത്താപരഹിതമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് നടത്തുന്ന കൊല എന്ന് പറയുന്നത് പശ്ചാത്താപരഹിതമായി ചെയ്യാൻ പറ്റുന്ന കൊലയാണ്. അത്തരത്തിലൊരു കൊല എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം, ആ ഒരു കുറ്റകൃത്യത്തെയാണ് യഥാർത്ഥത്തിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതേസമയത്ത് ട്രയലിലേക്ക് വരുമ്പോഴത്തേക്കും, കാഫ്കയുടെ ട്രയലിൽ വരുമ്പോഴത്തേക്കും മറ്റൊരു പ്രാതിനിധ്യ സ്വഭാവമാണ് അതിനുള്ളത്. അതായത് ശിക്ഷിക്കാൻ കുറ്റം ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ജ്ഞാനോദയ യുക്തിക്കുള്ളിൽ തന്നെ നിങ്ങളൊരു കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും, ഇപ്പോൾ പിന്നെ ഉമർ ഖാലിദ് വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയാണ്, സക്കറിയ വർഷങ്ങളായിട്ട് 17 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അവരൊരു കുറ്റവും ചെയ്തിട്ടല്ല. കുറ്റം ചെയ്യാതെ തന്നെ ഭരണകൂടം നിങ്ങളെ ശിക്ഷിക്കാമെന്നുള്ളത് ഈ ജ്ഞാനോദയ യുക്തിക്കുള്ളിൽ നിന്ന് തന്നെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പര്യാലോചനയാണ്. അതിന് പുറത്തുള്ളതല്ല, ഇതിൻ്റെ യുക്തിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. അതായത് ട്രയൽ അതാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കുറ്റവാളിയാകാം, നിങ്ങൾ ജയിലിനുള്ളിൽ കിടക്കാം എന്നുള്ളത് ജ്ഞാനോദയ യുക്തിയുമായി അഭേദ്യമാം വിധം ബന്ധപ്പെട്ട ഒരു പര്യാലോചനയാണ്. ഇനി മൂന്നാമത് കാമുവിൻ്റെ ഔട്ട്സൈഡറിലേക്ക് നമ്മൾ വന്നാൽ, അന്യൻ എന്ന് പറയുന്ന നോവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാമതൊരു ഒരു നിലപാടാണ് അദ്ദേഹം അതിനകത്ത് കൈക്കൊള്ളുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യാതൊരു കാര്യവുമില്ലാതെ നിങ്ങൾക്ക് ആളെ കൊല്ലാം. യഥാർത്ഥത്തിൽ അതിനകത്തെ കഥാപാത്രം ചെയ്യുന്നത് അങ്ങനെയാണ്. അതിനുള്ളിലെ കഥാപാത്രം കൊല്ലുന്നത് സൂര്യതാപം ഏറ്റ് ആ ചൂട് സഹിക്കാൻ വയ്യാതെയുള്ള അസ്വസ്ഥതയിലാണ് ഒരു മനുഷ്യനെ ഈ ഔട്ട്സൈഡർ അതിലെ കഥാപാത്രം വധിക്കുന്നത്. അതായത് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. കുറ്റം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് കുറ്റം ഈ കോടതിയിൽ ചെല്ലുന്നുണ്ട്. അതിൽ ട്രയലിലെ കോടതിയോ അല്ലെങ്കിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലെ കോടതിയോ പോലുള്ളൊരു കോടതിയല്ല ഇവിടെ. ആ കോടതി രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഇയാൾ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷയല്ല ആൾക്ക് വേണ്ടത്, മറിച്ച് അയാൾ കുറ്റത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അതായത് ജ്ഞാനോദയത്തിൻ്റെ യുക്തിക്ക് അനുരുക്തമായ രീതിയിലല്ല നിങ്ങളുടെ മാനസിക വ്യാപാരമെങ്കിൽ അതാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ജ്ഞാനോദയ യുക്തിക്ക് പുറത്ത് നിൽക്കുന്ന, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഔട്ട്സൈഡർ എന്ന് പറയും, നമ്മൾ സാധാരണ കാമുവിൻ്റെ അന്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്ന നമ്മളിൽ നിന്ന് ഔട്ട്സൈഡറായിട്ടുള്ള ആളല്ല, മറിച്ച് നമ്മുടെ ജ്ഞാനോദയ യുക്തിക്ക് ഔട്ട്സൈഡറായിട്ടുള്ള ആളാണ്. ഈ ജ്ഞാനോദയ യുക്തിയുമായി അങ്ങനെ ബന്ധപ്പെടുത്താതെ കാമുവിൻ്റെ നോവൽ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കൊർണാഡിൻ്റെ ഒരു വിമർശനം, ജോസഫ് കൊർണാഡിൻ്റെ വിമർശനം ചിന്നു അച്ചേബെ നടത്തുന്നുണ്ട്. അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ വായിക്കുന്ന ഒരു നോവലാണ് ഈ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരിയായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാന കാര്യം 1970കളിലാണ് ഇതിനെതിരെ ഒരു വിമർശനം കൊണ്ടുവരുന്നത്. അതായത് ഇത് പാശ്ചാത്യ യുക്തിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അടയാളമാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. അപ്പോഴാണ് പലരും അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് തന്നെ. അതിന് മറുപടിയായി അദ്ദേഹം തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറഞ്ഞൊരു നോവൽ ചിന്നു അച്ചേബെ എഴുതുന്നുണ്ട്. ആ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള, ഇത് ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ആഫ്രിക്കയെ സ്വകീയമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ പുനരവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറയുന്ന കൃതിയിൽ നടത്തുന്നത്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി മാത്രം പറയാം. ഇത് ജ്ഞാനോദയ യുക്തിയെ ആരാണ് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ചത്? പ്രധാനമായും ഈ തിന്മയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ, സാഹിത്യ ചരിത്രത്തിൽ നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, സാഡോ മെസോക്കിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് മാർക്കീസ് ഡെ സാദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 120 Days of Sodom, ജൂലിയറ്റ്, ജസ്റ്റിൻ, ഇതൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫിലോസഫി ഇൻ ബെഡ്റൂം. ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ഇത് വളരെ ലൈംഗിക അതിപ്രസരമുള്ള ഒബ്സീനിറ്റി എന്നൊക്കെ പറയാവുന്ന പുസ്തകങ്ങളായിട്ടാണ് പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിലാണെങ്കിലും ശരി, അതിനുശേഷമുള്ള സംസ്കാര പഠനത്തിലാണെങ്കിലും ശരി, എല്ലാവരും ഉദ്ധരിക്കുന്നതാണ് ഡയലക്റ്റിക്സ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന അഡോണയുടെയും ഹോർക്കമേറിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പുസ്തകം. ഡയലക്റ്റിക്സ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, അഡോണയുടെയും ഹോർക്കമേറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അതാണ്. അതിൻ്റെ രണ്ടാം അധ്യായം കാന്റിനെയും ഇമ്മാനുവൽ കാന്റിനെയും അതുപോലെ തന്നെ ഇമ്മാനുവൽ കാന്റിനെയും സാദിനെയും താരതമ്യം ചെയ്യുന്നതാണ്. കാരണം ഈ സാദിൻ്റെ നോവലുകളിൽ കാണുന്ന അശ്ലീലതയുടെയും അക്രമത്തിൻ്റെയും ഹിംസയുടെയും എല്ലാം
പ്രകടനങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാന്റിൻ്റെ ജ്ഞാനോദയ യുക്തിക്ക് സമാന്തരമായി നിൽക്കുന്ന ഒന്നാണ് എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജ്ഞാനോദയ ചിന്തയുമായി ബന്ധപ്പെടുത്തി വളരെ കുറഞ്ഞ സമയത്തിൽ ഞാനിത് ചുരുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും ഈ ജ്ഞാനോദയ യുക്തിയുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നത്, അതിൽ ജ്ഞാനോദയ യുക്തിയുടെ പൊതുവിൽ അതിൻ്റെ ഭരണയുക്തി, അതിൻ്റെ ബ്യൂറോക്രാറ്റിക് യുക്തി, അതിൻ്റെ ഉപകരണവാദ യുക്തിക്ക് പുറത്ത് സാഹിത്യം അതിനെ കണ്ട രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ചെറിയ പ്രഭാഷണത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്.